ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ ടീമിൻ്റെ എല്ലാമായിരുന്നു ഇഷാൻ കിഷൻ. ഒരുപാട് വർഷങ്ങളായിട്ട് ഇഷാൻ മുംബൈ ടീമിലായിരുന്നു. എന്നാൽ ഇത്തവണ മുംബൈ ഇഷാനെ ഒഴിവാക്കി. ഇതോടുകൂടി ആരാധകർ നിരാശയിലായിരുന്നു. ഇപ്പോഴത്തെ IPL ട്രേഡ് വിൻഡോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇഷാൻ കിഷനെ മുംബൈ ഇന്ത്യൻസ് തിരിച്ചു വിളിക്കാൻ പോവുകയാണ്. ഇഷാനെ ഹൈദരാബാദാണ് വാങ്ങിച്ചിരിക്കുന്നത്. അവർക്ക് ഇഷാനെ ആവശ്യമില്ല. പ്ലേയിങ് ലെവനിൽ കളിപ്പിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇഷാനെ ട്രേഡിങ്ങിൽ സ്വന്തമാക്കാനാണ് മുംബൈയുടെ പദ്ധതി. ഇഷാനെ വാങ്ങാൻ ഏതെങ്കിലും ഒരു താരത്തെ മുംബൈ ഇന്ത്യൻസ് വിട്ടുകൊടുക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് CSKയുമായി ബന്ധപ്പെട്ടതാണ്. CSKയുടെ എല്ലാം ചിന്നത്തലയായിരുന്നു. റെയ്ന CSKയിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ ഒരുപാട് പേർക്ക് വിഷമമായിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ IPL എന്ന് വിശേഷിപ്പിക്കുന്ന റെയ്നയെ ഇനി നമുക്ക് IPLൽ കാണാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ റെയ്ന CSK ടീമിലേക്ക് തിരിച്ചു വരികയാണ്. ഇനി റെയ്നയ്ക്ക് പ്ലെയറായിട്ട് കളിക്കാൻ സാധിക്കില്ല. കാരണം റെയ്ന വിരമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് CSKയുടെ പുതിയ ബാറ്റിംഗ് കോച്ചായിട്ട് റെയ്ന വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത IPL 2025 റെയ്നയും CSK ടീമിൽ ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാനെ കാണിച്ച വലിയ മണ്ടത്തരമാണ് ട്രെൻഡ് ബോൾട്ടിനെ വിട്ടുകൊടുത്തത്. ആകെ കൂടി വിശ്വസിക്കാവുന്ന ഒരു ബൗളർ ബോൾട്ടായിരുന്നു. ബോൾട്ടിനെ രാജസ്ഥാൻ വിട്ടുകൊടുത്ത് ആർച്ചറെയാണ് സ്വന്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ ബോൾട്ട് രാജസ്ഥാൻ ടീമിലേക്ക് തിരിച്ചു വരികയാണ്. ലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് ആർച്ചറെ വാങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മുംബൈക്ക് കൊടുക്കാതെ ആർച്ചറെ രാജസ്ഥാൻ വിളിച്ചെടുത്തു. ഇപ്പോൾ ഇത് ആർച്ചറെ വിട്ടുകൊടുത്ത് ട്രെൻഡ് ബോൾട്ടിനെ ട്രേഡിങ്ങിലൂടെ സ്വന്തമാക്കാനാണ് രാജസ്ഥാന്റെ പദ്ധതി. സഞ്ജുവാണ് ഇതിനു പിന്നിൽ. ബോൾട്ടിനെ തിരിച്ചു വേണമെന്നാണ് സഞ്ജു പറഞ്ഞിരിക്കുന്നത്. ആർച്ചർക്ക് പരിക്കാണ്. അതുകൊണ്ട് IPL കളിക്കുന്ന കാര്യം തന്നെ സംശയമാണ്. രാജസ്ഥാൻ ഇപ്പോൾ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് മുംബൈ ടീമിനോട് സംസാരിച്ചിട്ടുണ്ട്. രണ്ടു കൂട്ടർക്കും ഓക്കെ ആണെങ്കിൽ ട്രെൻഡ് ബോൾട്ട് രാജസ്ഥാനിലേക്കും ആർച്ചർ മുംബൈയിലേക്കും എത്തും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.